ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ എം പിയാണ്, എൻ്റെ കൂടി എം പിയാണ്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, മറ്റെല്ലാം മാറ്റിവെക്കുക, രാഷ്ട്രീയവും മറ്റെല്ലാം മാറ്റിവെക്കുക. ഒരു പൗരൻ, ആസ് എ സിറ്റിസൺ ഞാൻ പറയുകയാണ്, ദിസ് ഈസ് നോട്ട് ഫെയർ. കാരണം നമ്മളൊരു സിസ്റ്റത്തിനകത്ത് നിൽക്കുമ്പോൾ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യേണ്ടത് തെരുവിലിട്ടല്ല. സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യണം, അതിനകത്ത് തർക്കമൊന്നുമില്ല. അത് തെരുവിലിട്ടല്ല. താങ്കൾക്ക് പൊളിറ്റിക്സിൽ കറക്ഷൻ കൊണ്ടുവരാം, ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാം. പക്ഷേ ആ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് താങ്കൾ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് കൂടെയുള്ള താങ്കളെ എത്രയോ ആളുകൾ, സഹപ്രവർത്തകർ, താങ്കളെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത, ഇനി കാണാൻ സാധ്യതയില്ലാത്ത, കണ്ടാലും കാണണമെന്ന് ആഗ്രഹമില്ലാത്ത 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടി വിയർപ്പിൻ്റെ ഫലമാണ് ശശി തരൂർ എന്ന എം പി. ആ ശശി തരൂരിന് മാത്രം ബാധകമല്ല, എല്ലാ പൊളിറ്റിക്കൽ ലീഡർമാർക്കും ബാധകമാണ്. നിങ്ങൾ പറയുന്ന ഈ പറയുന്ന കോപ്രായങ്ങൾക്കും വിൻസെന്റ് ഫെൻസിക്കുമെല്ലാം ഒത്തുനിന്ന് തുള്ളി സ്വന്തം അധ്വാനം, സ്വന്തം പണം, സ്വന്തം സമയം, ഊർജം എല്ലാം കളഞ്ഞ് പാർട്ടി 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 എന്ന് പറഞ്ഞ് എല്ലാം കളയുന്ന 10,000-ങ്ങളുണ്ട്. അവരുടെ കുടുംബമില്ലാതായി പോയിട്ടുണ്ട്, അവരുടെ ജീവിതമില്ലാതായിട്ടുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്, എത്രയോ ആളുകളുണ്ട് പൊളിറ്റിക്സിൽ, എല്ലാ പാർട്ടിയിലും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കുറച്ചുകൂടെ കൂടുതലായിരിക്കും, BJP-യിലും RSS സംഘപരിവാറിലും കുറച്ച് കല്യാണം കഴിക്കാത്തവർ ഒരുപാട് പേർ, കൂടുതൽ നല്ലൊരു ശതമാനം RSSകാരും വിവാഹിതരല്ല. അപ്പോൾ അങ്ങനെയുള്ള 100,000-കണക്കിന് ആളുകൾ പൊതുരംഗത്തുണ്ട്. കോൺഗ്രസ്സിൽ മോശമല്ല, എനിക്കറിയാവുന്ന എത്രയോ കോൺഗ്രസ്സുകാരുണ്ട് പ്രവർത്തിച്ച് സ്വന്തം പണവും പോയി അധ്വാനവും പോയി ഒന്നും കാക്ഷിക്കാതെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകണമെന്ന് ഡിമാൻഡ് ചെയ്യാതെ, അല്ലാതെ ആയിട്ടുണ്ട് പലരും, പക്ഷെ ഡിമാൻഡ് ചെയ്യാതെ, പാർട്ടിയോട് ഡിമാൻഡ് ചെയ്യാതെ, പാർട്ടിയെ വെല്ലുവിളിക്കാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവർ പടുത്തുയർത്തി തന്നിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ മുകളിലാണ് അങ്ങ് കൊടി ഉയർത്തിയിരിക്കുന്നത്. അവിടെ കയറി നിന്നുകൊണ്ട് അങ്ങ് അതിഗൗരവതരമാനത്തിലാണ് കോൺഗ്രസ് വിരുദ്ധത പ്രകടിപ്പിക്കുന്നത്. ഒരു ലേഖനത്തിൽ അങ്ങ് തന്നെയല്ലേ നെഹ്റുവിൻ്റെ കാര്യങ്ങളെ പൊക്കി എഴുതിയത്? അങ്ങ് തന്നെയല്ലേ സോണിയാഗാന്ധി വലിയ സംഭവമാണെന്ന് എഴുതിയത്? അതൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് വിചാരിച്ചു കോൺഗ്രസ് അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ തരും, അതിനുവേണ്ടി എഴുതിയതാണോ? ഇനി താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, താങ്കൾ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഡയറക്ടർ ജനറൽ ആവാൻ, അവിടെ സെക്രട്ടറി ആയിരുന്നു, അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള ആളായിരുന്നു. ഡയറക്ടർ ജനറൽ ആവാനൊക്കെ ഒരിക്കൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ അതിനെ നോമിനേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് പറ്റാത്ത വ്യക്തിയായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് കോൺഗ്രസ് 2 കൈ നീട്ടി സ്വീകരിച്ചത്. തിരുവനന്തപുരത്തെ ജനത കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ നന്നായി വിയർത്തു, രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ നന്നായി ഉയർത്തു. 2 മാസം മുമ്പേ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്ന് പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ താങ്കൾ തോറ്റുപോകുമായിരുന്നു. ആ നിലയിൽ താങ്കളെ വിയർപ്പിച്ചു. അവസാന നിമിഷം വരെ രാജീവ് ചന്ദ്രശേഖർ ആണ് മുകളിൽ നിന്നത്, താങ്കൾ വിയർത്തു. പക്ഷെ എന്നിട്ട് 2 കൈ നീട്ടി തിരുവനന്തപുരം അങ്ങയെ സ്വീകരിച്ചു. അങ്ങേക്ക് കേന്ദ്രമന്ത്രി പദവി തന്നു UPA ഗവൺമെന്റ്. ആ പദവി അങ്ങേക്ക് നന്നായി ഉപയോഗിക്കാമായിരുന്നു. അങ്ങയുടെ സ്വകാര്യ ജീവിതത്തിൽ കുറെ കറുത്ത പാടുകൾ വന്നത് പാർട്ടിയാണോ കുറ്റം? ഞാൻ കോൺഗ്രസ്കാരനല്ല കേട്ടോ, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. പക്ഷേ എന്നതിന് ശേഷം അങ്ങ് ഈ കറുത്ത പാടുകൾ അങ്ങയുടെ സ്വകാര്യ ജീവിതത്തിൽ വന്നതിന് ശേഷം ശരിയോ തെറ്റോ അതൊക്കെ വേറെ വിഷയം. ഒരു മരണവുമായി ബന്ധപ്പെടുത്തി ഒക്കെ വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ അങ്ങ് കാണിക്കാത്തൊരു കോഡ് ഓഫ് കോണ്ടാക്ട്, ഒരു മന്ത്രി ആയതിനു ശേഷം അങ്ങ് കാണിക്കാത്തൊരു കോഡ് ഓഫ് കോണ്ടാക്ട് കൊണ്ട്, ഒരു പബ്ലിക് ലൈഫിലും പ്രൈവറ്റ് ലൈഫിലും കാണിക്കാത്ത ചില പൊരുത്തക്കേടുകൾ ഉള്ളത് കൊണ്ട് അങ്ങേക്ക് മന്ത്രിസ്ഥാനം വരെ പോയി. എന്നിട്ടും അങ്ങ് എന്ത് ചെയ്തില്ല? ഉയർന്നു നിന്നില്ല. ഒരുപക്ഷേ അങ്ങ് മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് വിഷയങ്ങളിൽ അഭിരമിച്ച് അങ്ങയുടെ സ്വകാര്യ സുഖങ്ങളിലേക്ക് പോകാതിരുന്നുവെങ്കിൽ ഒരു പക്ഷേ AICCയുടെ പ്രസിഡന്റോ, ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ, ഇന്ന് അങ്ങ് ഏറ്റവും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത, ആരാലും എതിർക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതാവായി ഇന്ത്യയിൽ നിന്നേനെ. ഒരുപക്ഷെ ഗാന്ധി കുടുംബത്തിൻ്റെ, രാഹുൽ ഗാന്ധി കുടുംബത്തിൻ്റെ ചില എതിർപ്പ് വരാം, എന്നാലും അങ്ങേക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിനുള്ള അവസരങ്ങൾ അങ്ങ് തന്നെയല്ലേ കളഞ്ഞു കുളിച്ചത്? എന്നിട്ടിപ്പോൾ അങ്ങ് ചെയ്തത് എന്താണ്? മോഡിയെ പുകഴ്ത്തുന്നു, ഓക്കെ, പലവട്ടം അങ്ങയോട് പറഞ്ഞു ഇത് ചെയ്യരുത്. ഒരു BJPക്കകത്ത് ഒരാൾ നിന്നുകൊണ്ട് കോൺഗ്രസിനെ പുകഴ്ത്തിയാൽ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരാൾ കോൺഗ്രസിനെയും BJPയും പുകഴ്ത്തൽ അതിനകത്ത് നിൽക്കാൻ പറ്റൂ? അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല.
അങ്ങനെ ഒരു സംവിധാനമില്ല എന്നുള്ളത് ശശി തരൂർ മനസ്സിലാക്കേണ്ടത്. താങ്കൾ രാഷ്ട്രീയക്കാരനായിരിക്കത്തില്ല, സ്റ്റേറ്റ്സ്മാൻ ആയിരിക്കും, അല്ലെങ്കിൽ താങ്കൾ വലിയ ആളായിരിക്കും. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ അതിൻ്റെ കെട്ടുപാടുകൾക്കകത്ത് നിന്നല്ലേ പോകാൻ കഴിയുള്ളൂ. അവിടെ താങ്കൾ കഴിഞ്ഞ ഒരു കുറച്ചു കാലമായി കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടി, അല്ലെ കോൺഗ്രസിന് 10 സീറ്റ് കൂട്ടാൻ വേണ്ടി, കോൺഗ്രസിനെ ഒന്ന് അധികാരത്തിൽ വരുത്താൻ വേണ്ടി, അത് കേരളത്തിലാവട്ടെ കേന്ദ്രത്തിലാകട്ടെ, അങ്ങ് എന്താണ് ചെയ്തത്? ഇതൊരു സ്വയം വിലയിരുത്തലിന് അങ്ങ് തയ്യാറാവണം. അങ്ങയുടെ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് 2 രീതിയിൽ നമുക്ക് അധികാരം ഉപയോഗിക്കാം. ഒരിടത്ത് നമ്മൾ അധികാര സ്ഥാനത്ത് വന്നാൽ തൻ്റെ സാമ്രാജ്യം വലുതാക്കുന്നതിന് വേണ്ടി സമൂഹത്തെയും പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഉപയോഗിക്കാം, ഒന്നാമത്തെ ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, തനിക്ക് അധികാരം കിട്ടിയാൽ അത് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെയും പാർട്ടിയെയും എല്ലാവരെയും സേവിക്കാം. ഈ ഓപ്ഷനൊക്കെ ചോയ്സൊക്കെ ഓപ്ഷണലാണ്, ആർക്കും ഏത് ചോയ്സും എടുക്കാം. അതിനൊന്നും ഒരു നിയതമായ നിയമമൊന്നും ഈ രാജ്യത്തില്ല. പക്ഷേ ഒരു ധാർമ്മികതയുണ്ട് പൊളിറ്റിക്സിൽ. ആ ധാർമ്മികത ഉപയോഗിക്കാത്തവരെല്ലാം ചരിത്രം ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും തുടങ്ങി സാർ ചക്രവർത്തിയും സ്റ്റാലിനും ഒക്കെ ലോകം കിടുക്കിയവരാണ്. അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ ലോകം കിടുക്കിയവരാണ്. പക്ഷെ അവരെക്കാൾ എത്രയോ മഹത്തായി ലോകത്തെ അറിയപ്പെടുന്നത് ഒരധികാരവും കൈയാളാത്ത മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകളെയാണ്. അപ്പൊ അധികാരമല്ല പ്രധാനം, സ്വഭാവമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും കൂടി വർക്കലയിൽ വെച്ചൊരു കൂടിക്കാഴ്ചകൾ നടത്തി. അതിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുകയാണ്. ആ വലിയ രീതിയിലാണ് കേരളവും ഇന്ത്യയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ SNDPയുടെ ആളുകളും അതുപോലെ തന്നെ വർക്കല ശിവഗിരി മഠവും ഇതൊക്കെ ആഘോഷിച്ചത്. വലിയ ലേഖനങ്ങളും പത്രങ്ങളും വാർത്തകളും ഒക്കെ വന്നതാണ്. അതിൽ ഗാന്ധിജി ഈ ഗുരുദേവനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരുദേവൻ ഗാന്ധിജിയോട് ചോദിക്കുന്നത്, എന്താണ് അങ്ങേക്ക് ഈ ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് ശ്രദ്ധിക്കണം? അപ്പോൾ ഗാന്ധിജി പറയുന്നു, അധികാരവും പദവിയും എല്ലാം നല്ലതാണ്, പക്ഷേ സ്വഭാവം കൂടി വളർത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ അത് പിന്നെ നമുക്ക് തിരിച്ചെടുത്തരും. താങ്കളുടെ സ്വകാര്യ ജീവിതത്തിലെ സ്വഭാവം കൂടി വളർത്തിക്കൊണ്ട് പോയിരുന്നെങ്കിൽ, എന്തുകൊണ്ടെന്നാൽ പൊതുജീവിതത്തിലേക്ക് വരുമ്പോൾ അത് താങ്കളല്ല, പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് വരെ ആയാലും സന്നദ്ധ പ്രവർത്തനമായാലും ചാരിറ്റി പ്രവർത്തനമായാലും പൊതുരംഗത്തേക്ക് ഒരു ഉടുപ്പെടുത്തിട്ടാൽ, ഒരു സാരി എടുത്തുകൊടുത്താൽ, ഒരു ബ്ലൗസ് എടുത്തിട്ടാൽ, പൊതുരംഗത്തേക്ക് ഒരു ചുരിദാർ എടുത്തിട്ട് ഇറങ്ങിയാൽ പിന്നെ സമൂഹത്തിന് കണ്ണുണ്ട്. അവർ നിശ്ചലമായി വീക്ഷിക്കും, എല്ലാം വീക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ കണ്ണിനെ, സോഷ്യൽ ഐയെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മിസ്റ്റർ ശശി തരൂർ, ദിസ് ഈസ് നോട്ട് ഫെയർ. ഇത് ഫെയർ അല്ല, ഇത് ഫെയർ രാഷ്ട്രീയവുമല്ല. അങ്ങൊരു സെമിനാറിൽ അഭിപ്രായം പറയുമ്പോൾ അഭിപ്രായം പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിരന്തരം ഇങ്ങനെ കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള മറ്റൊരു പാർട്ടിയെയും മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ പുകഴ്ത്തി പറയുന്ന രീതിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റിയിൽ താങ്കൾ ചെയ്യുന്നു. അത് നല്ലതല്ല. അത് എല്ലാവർക്കും അറിയാം. താങ്കൾ ഇപ്പോൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നെഹ്റു മുതൽ ഇതുവരെയുള്ള കുടുംബ രാഷ്ട്രീയവും നവീൻ പട്നായിക്കിൻ്റെയും ബിജു പട്നായിക്കിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും തേജസ്വി യാദവിൻ്റെയും സ്റ്റാലിൻ്റെയും കരുണാനിധിയുടെയും ഒക്കെ കഥ എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ. അതിനിപ്പോൾ താങ്കൾ എഴുതി ഒരു ഒരു നവോത്ഥാനമൊന്നും വരുത്തേണ്ട കാര്യമില്ല. താങ്കൾ കുറെ കൂടി അച്ചടക്കമുള്ള പാർട്ടിക്കാരനായി മാറണ്ടേ? ഇതെൻ്റെ ചോദ്യമല്ല, പൊതുസമൂഹം താങ്കളോട് ചോദിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, അങ്ങയെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത, കേൾക്കാൻ ആഗ്രഹിക്കാത്ത കൈപ്പത്തി ചിഹ്നവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ജീവൻ കൊടുക്കുന്ന, പണം കൊടുക്കുന്ന, സമ്പാദ്യം കൊടുക്കുന്ന 10,000ങ്ങളുടെ പുറത്താണ് അങ്ങയുടെ ഈ സാമ്രാജ്യം അങ്ങ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥത്തിലിരുന്നു കൊണ്ട് അങ്ങ് വളരെ സന്തോഷത്തോടു കൂടി പറയുകയും ഇന്ത്യൻ എയർലൈൻസിനെ അങ്ങ് അഭിനന്ദിച്ചു. സ്ഥിരമായി 2 വനിതകളെ തന്നെയാണ് ഇന്ത്യൻ എയർലൈൻസ് അങ്ങ് യാത്ര ചെയ്യുമ്പോൾ കൂടെ കാണാൻ കഴിയുന്നത്. അവർ ക്രൂ ആയിട്ട് അതിനകത്ത് കാണാൻ, അതിന് ഇന്ത്യൻ എയർലൈൻസിനെ അങ്ങ് അഭിനന്ദിക്കുന്നതും കണ്ടു. ആ അഭിനന്ദിക്കുന്ന അങ്ങ് വളരാൻ കഴിഞ്ഞത് ഇന്ത്യൻ അല്ലെങ്കിൽ UN അംബാസഡറായിട്ട് പോയിട്ടുള്ളവർ, ടിപ്പി ശ്രീനിവാസനെ പോലെയുള്ളവർ, രാജാമണിയെ പോലുള്ളവർ, എത്രയോ ആളുകൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയി, വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് ഒരുപാട് ഏജൻസികളിൽ പണിയെടുത്തു. അവരെല്ലാം നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പോവുകയാണ്. താങ്കൾക്കിപ്പോഴും ഒരു ശുഭ നക്ഷത്രം പോലെ നിൽക്കാൻ കഴിയുന്നത് പിറകിലൊരു പ്രസ്ഥാനമുള്ളത് കൊണ്ടാണ്. ആ പ്രസ്ഥാനത്തിലെ നിശബ്ദരായ 10,000ങ്ങളുടെ ശബ്ദമാണ് ശശി തരൂർ.